അപ്പൊ നമ്മൾ എവിടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്? മൈസൂരിലെ കൊട്ടാരം മൈസൂർ പാലസ് ആണ്. അതിന്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോ ഉള്ളത്. എവിടെയാന്ന് വെച്ചാ കാണുന്നുണ്ടോ? ഇതാണ് മൈസൂർ പാലസിന്റെ എൻട്രൻസ്. പക്ഷേ തിരക്കെന്ന് പറഞ്ഞാൽ അപാര തിരക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നല്ല അകത്ത് കയറുന്നത്, നാളെയാണ്. അപ്പൊ അതുകൊണ്ട് ചേർത്തായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പോൾ കണ്ടോ തിരക്ക്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാണ് വന്നത്? ഇന്ന് ഇവിടെ എന്തിനാണ് വന്നത്? ലൈറ്റ്സ് കാണാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ ബാക്കി നമുക്ക് നാളെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ മൈസൂരിലെത്തിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പില് മൈസൂർ പ്ലാൻ ഇല്ലായിരുന്നു. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് നേരെ ഊട്ടിയിലേക്കായിരുന്നു. പക്ഷെ ഊട്ടിയിൽ പോകുന്ന നമുക്ക് രണ്ട് വഴിയുണ്ട്. മധുര വഴിയും തമിഴ്നാട് വഴിയും നമുക്ക് ഊട്ടിയിൽ പോകാം, കേരളം നമ്മുടെ വയനാട് വഴിയും ഊട്ടിയിൽ പോകാം. അങ്ങനെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തു. പോകുന്നത് കേരളത്തിലൂടെയും തിരിച്ചു വരുന്നത് തമിഴ്നാട്ടിലൂടെയും വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു നേരെ എന്തായാലും വയനാട് പോകുന്നതല്ലേ, അപ്പൊ നേരെ വയനാട് പോയി സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഒരു 100-120 കിലോമീറ്ററുള്ള ഊട്ടിക്ക്. പിന്നെ അത് എളുപ്പമില്ല. അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ നാട്ടിൽ നിന്നും തിരിക്കുന്നത്. പക്ഷെ നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ ഏകദേശം വയനാട് എത്തി സ്റ്റേ ചെയ്ത് രണ്ടാമത്തെ ദിവസം നമ്മൾ വയനാട് കറങ്ങി നിന്നപ്പോഴാണ് അറിയുന്നത് മൈസൂരിൽ ദസറ നടക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് ദസറ. അത് കാണാൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കും ലൈറ്റും എല്ലാം കൊണ്ടും ദസറ കിട്ടിലാണ് കാണാനായിട്ട് എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു 100 കിലോമീറ്റർ ചുറ്റി നമ്മൾ ഊട്ടിയിലേക്ക് പോകാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്താണ് നമ്മൾ മൈസൂരിലേക്ക് പോയത്. മൈസൂരിൽ പോയ ദിവസം എന്ന് പറയുന്നത് എന്റെ പൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാലസിനെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്ത് വേറെ ലെവല്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ ടൈം വൈകുന്നേരം 3 മണിയാണ്. ആ ടൈം എന്ന് പറയുന്നത് പകല് നമുക്ക് ആ വ്യൂവും കാണാം, നമ്മുടെ ലൈറ്റ് എല്ലാം വരുമ്പോൾ രാത്രിയുള്ള വ്യൂവും കാണാം. പക്ഷെ നമ്മൾ ആ ദിവസം ഉണ്ടല്ലോ, അന്നാണ് അവിടെ ഈ ആന എഴുന്നള്ളത്ത്. നമ്മുടെ ഇവിടെ ആന എഴുന്നള്ളത്ത് എന്ന് പറയും, പക്ഷെ അവിടെ വേറെ എന്തോണ് അതിനൊരു പേര് പറയുന്നത്. ആ ദിവസം അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ദിവസം എന്ന് പറയുന്നത്. ആ ദിവസമാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ നമ്മുടെ ആ ഒരു ടൈം എന്റെ വേറെ ലെവല്. പക്ഷെ നമ്മൾ അന്നല്ല നമ്മൾ ആ പാലസ് കാണാൻ പോയത് എങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം നമ്മൾ പോയ ആ ടൈം വയനാട് വഴി ഊട്ടിയിൽ പോകാതെ നേരെ ദസറ കാണാൻ വന്ന് ദസറയുടെ ആ ദിവസം, ആ മെയിൻ ദിവസം തന്നെ നമുക്ക് അവിടെ പോകാനും ഇതെല്ലാം കാണാനും പറ്റിയെങ്കിൽ എന്റെ പൊന്നെ 2025 നമുക്ക് ഏറ്റവും വിലപ്പെട്ട ദിവസം തന്നെയായിരുന്നു. ആ ദിവസം ദസറയുടെ ആ ദിവസം അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ഈ ദസറയ്ക്ക് പോയിട്ട് നിങ്ങൾ ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന്. നമുക്ക് കിട്ടി. ആ ഒരു മൂവ്മെന്റ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. എന്റെ പോലെ എന്ത് പറയണമെന്ന് അറിയണം. അത്രയ്ക്ക് നമ്മൾ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് നമ്മൾ അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. ഒരുപാട് ലേറ്റായി. നമ്മൾ അന്നത്തെ ദിവസം ഇറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ് അവിടെ. തിരക്കും ആ ലൈറ്റും കാണുമ്പോൾ എന്റെ മുന്നേ വേറെ ഒരു ലെവൽ തന്നെയാണ് നമ്മുടെ ദസറ മൈസൂർ. ഇത് നിങ്ങൾ കാണുന്നത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. പുറത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് എന്തായിരിക്കും ചെയ്തിരിക്കുന്നത് അത് മനസ്സിൽ ഗസ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ അടുത്ത വർഷം ഉറപ്പായിട്ടും ദസറയ്ക്ക് പോകാതിരിക്കരുത്. നഷ്ടമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മൈസൂരിലെ ദസറ ആ ദിവസം എന്ന് പറയുന്നത്. ആ പാലസ്, അതിന് മുന്നിൽ നിന്നിട്ട് ഒരു സെൽഫി എടുത്ത് തന്നെ നിങ്ങൾ മടങ്ങണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.